ദുബായിലോട്ട് ജോലി നോക്കുന്നവർക്ക് വേണ്ടിയുള്ള പാർട്ട് 2 ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പാർട്ട് 1-ൽ തന്നെ തീർത്താ ഡൗട്ട്സ് അതുകൊണ്ട് ഇതാ പിടിച്ചോ പാർട്ട് 1.2. ജോലി വാങ്ങിത്തരൂ, വേക്കൻസി ഉണ്ടോ, എന്താണ് IT ഫ്രണ്ട്ലി CV, എന്താണ് മോഫ് അറ്റസ്റ്റേഷൻ, ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഇതിൽ ജോലി വാങ്ങിത്തരൽ എന്നെ കൊണ്ട് നടക്കില്ല, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഞാൻ ചെയ്യാം. രണ്ടാമത്തത് വേക്കൻസി ഓരോരുത്തർക്കും ഓരോ വേക്കൻസി അയച്ചു തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 1000 ഫോളോവേഴ്സ് വേണം. അത് നിങ്ങൾ വിചാരിച്ചാൽ എന്ന് 1000 ഫോളോവേഴ്സ് ആവോ അന്ന് ചാനൽ ഉണ്ടാവും. ആ ചാനലിൽ ഞാൻ വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യാം, ഞാൻ സ്റ്റോറി ആയിട്ട് അത് മെൻഷൻ ചെയ്യാം. IT ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇവിടെ ഒരു ജോബ് ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് അപ്ലിക്കേഷൻ വരും, അതിലെല്ലാത്തിലും CV ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ സോർട്ട് ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ HR-ന് ഭ്രാന്തായി പോകും. അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ATS. സോ ഈ വരുന്ന CVs എല്ലാം ATS ഓട്ടോമാറ്റിക്കലി ഫിൽട്ടർ ചെയ്തിട്ട് ഈ ജോബ് റിക്വയർമെന്റ് എന്തൊക്കെയാണോ ഈ HR കൊടുത്തത് അതുമായിട്ട് മാച്ച് ആവുന്ന CVs മാത്രം സോർട്ട് ചെയ്ത് HR-ന് കിട്ടും. അതിൽ നിന്ന് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇതാണ് ATS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ CV സെറ്റ് ചെയ്തൊരു ടീമുണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം. പിന്നുള്ളത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. ആക്ച്വലി നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാനുള്ള ഒരു പ്രോസസ്സാണിത്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ അടിക്കാനോ ഒന്നും യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ അൺസ്കിൽഡ് വിസയിലായി പോകും. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1-ൽ ഞാൻ ചെയ്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻസ്. ഇനി ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഉടനെ പാർട്ട് 2 വരും.